ഇന്നലകളിൽ വരെ ആഹാബ് കൊട്ടാരം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഈ ഇസബേൽ എന്ന് വന്ന് കയറിയോ അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചു. കണ്ടോ, ആമേ, ഇസബേല് പറഞ്ഞു കൊടുത്ത ഒരു നാടകമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേ, സ്തോത്രം. എനിക്ക് ആ ചീരത്തോട്ടം വേണം. കണ്ടോ, ചില കുടുംബങ്ങളെ വഴിതെറ്റിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ഇസബേലിയ വ്യാപാരങ്ങൾ. ഹലോ, യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, സ്നേഹിത, സഹോദരി, ചില സഭകളെ തകർത്ത് ഉടച്ചു കളയുവാൻ വിളിച്ചു നിൽക്കുന്ന ഇസബേലിയ വ്യാപാരങ്ങൾ. ആമേ, ഭർത്താവിനെ കീഴ്പ്പെടാതെ പ്രവചനമെന്ന് പറഞ്ഞ്, ആലോചനയെന്ന് പറഞ്ഞ്, ഇപ്പൊ കിട്ടിയതെന്ന് പറഞ്ഞ്, ലൈവാണെന്ന് പറഞ്ഞ് അനേക ഭർത്താക്കന്മാരെ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് വലിച്ചറക്കുന്ന ആമേ ചില ഇസബേലിയ വ്യാപാരങ്ങൾ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അകത്തളങ്ങളിൽ നിന്ന് ഈ ബന്ധനം അഴിഞ്ഞു മാറുകയാ. ചില കുടുംബങ്ങളിൽ സമാധാനമില്ല, ചില ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല. ആമേ, ചിലർക്ക് ദൂരദേശത്ത് പോയി ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല, വിദേശത്ത്. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. ശുശ്രൂഷ ഹായ്ക്ക് വേണ്ടി വിളിച്ചാൽ ആമേ ചില ഭാര്യമാർ വിടത്തില്ല, മറ്റു ജില്ലയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ വിടത്തില്ല. കാരണം സംശയത്തിന്റെ പിശാച് നുഴഞ്ഞു കയറി ഇസബേലിന്റെ വ്യാപാരം അകത്ത് കയറി നാബോത്തിന്റെ ശുശ്രൂഷയെ മടക്കിക്കെട്ടുവാ. അവന്റെ ചീരത്തോട്ടത്തെ അവന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റുവാൻ ആമെ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിന് ആമെ മറിഞ്ഞിരുന്ന് വ്യാപരിക്കുന്ന ഇസബേലിയ വ്യാപാര സംശയത്തിന്റെ പിശാച് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞിറങ്ങടാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. അപ്പോൾ ആഹാബിന്റെ ഭാര്യ ഇസബേൽ ആഹാബിന്റെ അടുക്കൽ വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ, നീ ഭക്ഷണമൊന്നും കഴിക്കാതെ, ഇത്ര വ്യസനിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, നീ ഇത്രയും വ്യസനിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്നതാച്ചാ? എടാ, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക. ആരാ? ഇസബേല് തന്റെ ഭർത്താവായ ആഹാബിനോട് ചോദിക്കുക, നീ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വിഷമിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്നതാ? എന്നോട് പറ. അവൻ ഭാര്യയോട്, ആഹാബ് ഭാര്യയോട് പറയുക, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലക്ക് തരണമെന്ന്. വിലക്ക് തരണമെന്ന് അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടോ അതിന്റെ ഇരട്ടി വിലയോ ഞാൻ തരാം. ഇത് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഹലോ, കഴിഞ്ഞ ദിവസം വരെ ഒരു പ്രശ്നവുമില്ല. ഈ ഇസബേൽ എന്ന് കൊട്ടാരത്തിൽ വന്നു കയറിയോ അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചു. മനസ്സിലായില്ലേ? അർഹതയില്ലാത്ത, അർഹതപ്പെടാത്ത ചിലത് നിന്റെ പുരക്കകത്ത് കാല് വെച്ചാൽ പിശാച് നിന്റെ വീട്ടിന്റെ കോളം തോണ്ടി നിന്നെ തകർത്ത് ഒതുക്കുന്ന ചില നിമിഷങ്ങൾ പുറകിൽ മറഞ്ഞിരിക്കും. പക്ഷെ ഞാൻ പറയാ, പ്രാർത്ഥിക്കുന്നവൾ ആ വീട്ടിനകത്തുണ്ടെങ്കിൽ, ആ പുരക്കകത്തുണ്ടെങ്കിൽ അവന്റെ ഒരു പദ്ധതി നടക്കത്തില്ല. നിന്റെ കുടുംബത്തെ പൊളിക്കുവാൻ, നിന്റെ ശുശ്രൂഷയെ പൊളിക്കുവാൻ നൂറ് കണക്കുന്ന ചില പൈശാചിക ശക്തി ഇന്ന് പകലെന്നെ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ആ അനർത്ഥത്തെ ദൈവം മാറ്റിത്തരും. അനർത്ഥം വിട്ടുമാറും. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങളിൽ നിന്നും അനർത്ഥങ്ങൾ വിട്ടിറങ്ങുകയാ യേശുവിന്റെ നാമത്തിൽ. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരകൻ നിനക്ക് പേടിപ്പാനില്ല.